വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. മൃഗസംരക്ഷണ, ക്ഷീരവികസന, മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ശിലാസ്ഥാപനം നിർവഹിച്ചു. കേരളം പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിനടുത്തെത്തിയതായി മന്ത്രി പറഞ്ഞു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. മൃഗസംരക്ഷണ, ക്ഷീരവികസന, മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ശിലാസ്ഥാപനം നിർവഹിച്ചു. നടപ്പിലാക്കുന്ന ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖല. പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഏതാണ്ട് അടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നാം എടുത്തു നോക്കിയാൽ ആഭ്യന്തര ഉൽപാദനം കേരളത്തിൽ പാലിൽ വളരെ മുന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ കേരളം. നമുക്ക് ആവശ്യമായ പാലുകൾ നമുക്ക് കേരളത്തിൽ തന്നെ നമുക്കിന്ന് കിട്ടുന്നുണ്ട്. നമുക്കറിയാം, കൂടുതൽ പാൽ, പകുതിയിലധികം പാല് മിൽമയെടുക്കുന്നത് ഇപ്പോൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാണ്. പലവിധ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ തന്നെ നിർമ്മിതമാക്കിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പാൽപ്പൊടി ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കയറ്റുമതി ചെയ്യുവാൻ തക്ക രീതിയിൽ നമ്മുടെ മിൽമയും ഇത്തവണ മാറിയിട്ടുണ്ട്. അപ്പൊ പാൽ എത്ര നമുക്ക് കിട്ടിയാലും പൊടിയാക്കി മാറ്റുവാൻ നമ്മുടെ മലപ്പുറം മൂർക്കനാട് 131 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പാൽപ്പൊടി ഫാക്ടറിയും ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് എത്ര പാലധികം വന്നാലും നമുക്ക് ആ നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ മാർച്ച് മാസം, അതാ ഏപ്രിലോ, 8 രൂപയാണ് 1 ലിറ്റർ പാലിന് മിൽമ അധികം ഒരു മാസത്തേക്ക് കൊടുത്തത്. തുടർന്ന് വന്ന മാസങ്ങളിൽ 4 രൂപ 1 ലിറ്റർ പാലിന് അധികം അവർ കൊടുത്തു. ഇതിലൂടെയൊക്കെ അധികം കൊടുക്കുമ്പോൾ 4 ജില്ലയിലെ ക്ഷീര കർഷകർക്ക് അത് കൊടുക്കുന്നു. അപ്പൊ അത്രയും തുക ക്ഷീര കർഷകർക്കിടയിൽ അത് ചെന്നെത്തിയാണ്. പിന്നെ തീറ്റയിൽ സബ്സിഡി കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് അവർ വരുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളും സ്കീമുകളും നടപ്പിലാക്കിക്കൊണ്ട് അവർ വരുന്നു. നമ്മുടെ മറ്റു തന്നെ ക്ഷീര സംഘങ്ങളിൽ നമുക്കറിയാം, ഇന്ന് നമുക്കതിനു വേണ്ടി പെൻഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ഷേമനിധിയുണ്ട്. ആ ക്ഷേമനിധി ക്ഷീര കർഷകർക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ ഗവൺമെന്റ് 1300 കൊടുക്കുന്നുള്ളൂ. 300 രൂപ പെൻഷൻ നമ്മുടെ ക്ഷേമനിധി തന്നെ ഇടുന്ന തരത്തിലേക്കാണ്. അത് മാത്രമല്ല, ആ ക്ഷേമനിധി പെൻഷൻ മേടിക്കുന്ന പെൻഷനർ മരണപ്പെട്ടാൽ പകുതി രൂപ ആ കുടുംബത്തിൽ ഒരാൾക്ക് കൊടുക്കത്തക്ക നിലയിൽ ഉള്ള സംവിധാനവും ഇന്ന് ചെയ്തിട്ടുണ്ട്. SLC അതുപോലെ +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഉപരിപഠനത്തിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇന്ന് പ്രത്യേകിച്ചും ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പാലിന്റെ ആഭ്യന്തര ഉൽപാദനം വൻതോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകളെ ക്ഷീരമേഖലയിലേക്ക് കൊണ്ടുവരുവാൻ വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D രോഹിണി, വൈസ് പ്രസിഡന്റ് N മോഹൻകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV അഭിലാഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മിനി പ്രഭാകരൻ, J രവീന്ദ്രനാഥ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയം, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി S ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ G രാജീവ് കുമാർ, R രാജി, ഉഷ പുഷ്കരൻ, ബിജി പ്രസാദ്, വിജയലക്ഷ്മി, ശങ്കരൻകുട്ടി നായർ, B രാജലക്ഷ്മി, P കോമളൻ, അർച്ചന പ്രകാശ്, ത്രിദീപ് കുമാർ, ഇന്ദുകൃഷ്ണൻ, K ഗോപി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് K സുരേഷ്, വെറ്റിനറി സർജൻ ഡോക്ടർ വേണുഗോപാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര.